നമ്മൾ പിണറായി സർക്കാർ മാറി, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നില്ലെങ്കിലും ഇവിടുത്തെ വകുപ്പുകളെല്ലാം ഭരണം തുടങ്ങിക്കഴിഞ്ഞു UDF സർക്കാരിന് കീഴിൽ. ഇനി അങ്ങോട്ട് വിധേയത്വം പൂർണ്ണമായി UDF പ്രവർത്തുന്ന രീതിയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം മാറി കഴിഞ്ഞിരിക്കും. തങ്ങളില്ല, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, തങ്ങൾ. അദ്ദേഹത്തിനെതിരായിട്ടൊരു ബ്ലാക്ക് മെയിലിംഗ് കേസ് വന്നായിരുന്നു. അതെ, ആ കേസിന്റെ അന്വേഷണം ശരവേഗത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കും. അവസാനം സർക്കാർ മാറിയില്ലായിരുന്നെങ്കിൽ അതവിടെ കിടന്നു. അതായത് ഒരാഴ്ച കൊണ്ടാണ്, കഴിഞ്ഞ 4-ാം തീയതി ഭരണം മാറാനുള്ള വോട്ടെണ്ണൽ നടക്കുന്നു. അതിന്റെ പിറ്റേന്ന് തൊട്ട് അന്വേഷിക്കുന്നു. ആ പ്രതിയെ നേരത്തെ പിടിച്ചതാണല്ലോ. അതെ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മുഹമ്മദ് റോഷൻ എന്ന് പറയുന്ന പ്രതി. അപ്പം അയാൾ പറയുന്നത് ഇങ്ങനൊരു 17കാരി പരാതിക്കാരി ഉണ്ടെന്നാണ്. പക്ഷേ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു പരാതിക്കാരി ഇല്ല. ഇയാൾ വളരെ ആസൂത്രിതമായിട്ടാണ് തങ്ങൾക്കെതിരെ നീങ്ങുന്നത്. 15 കോടി രൂപ കണ്ടല്ലേ ചോദിച്ചത് ഇയാൾ? ചില്ലറ പൈസ 15 കോടി രൂപയാണ് ചോദിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിക്കണം, തങ്ങളെപ്പോലെയുള്ള ഒരാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി ബ്ലാക്ക്മെയിൽ ചെയ്യുകയും 15 കോടി രൂപ ചോദിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് തന്നെ വലിയ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. അതെ അതെ, കാരണം കേരള രാഷ്ട്രീയത്തിൽ പല നേതാക്കന്മാരെയും ബ്ലാക്ക്മെയിൽ ചെയ്ത് പലരും പൈസ കൊണ്ടുണ്ടാക്കിയിരുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ പണക്കട ശിവതങ്ങളെ പോലെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാളിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും അതിനുവേണ്ടി ഇത്തരത്തിലൊരു വ്യാജ വീഡിയോ സൃഷ്ടിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ പൊതുപ്രവർത്തകരും വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ്. അത് ഇവര് വിചാരിച്ചത് ഈ പ്രതിയും ഇയാളുടെ പിന്നിൽ വേറെ ആളുണ്ടെന്ന് ഉറപ്പാണല്ലോ, അത് ഒറ്റയ്ക്കായിരിക്കില്ല. ഈ പ്രതിയും കൂട്ടരും വിചാരിച്ചത് ഈ 15 കോടി രൂപ കൊടുത്തു. ഒന്നാമത് ഇലക്ഷൻ അടുത്ത് വരുന്ന സമയം, അത് പ്രത്യേകിച്ച് പാണക്കാട് തങ്ങൾ എന്ന് ദൈവതുല്യനെ കണക്കാക്കുന്നവരാണ് പണക്കാട് തങ്ങന്മാരത്, അങ്ങനെയാണ് കണക്കാക്കുന്നത്. മാത്രമല്ല IUMLന്റെ അഖിലേന്ത്യാ നേതാവെന്ന് വേണമെങ്കിൽ പറയാവുന്ന ആളാണ്. IUML സത്യത്തിൽ കേരളത്തിലാണ് കൂടുതലായിട്ടുള്ളത്. അതിന്റെ അഖിലേന്ത്യാ നേതാവെന്ന് വേണമെങ്കിൽ പ്രസിഡന്റൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാത്തിന്റെയും ഏറ്റവും വലിയ ആളെന്ന് പറഞ്ഞാൽ പണക്കാട് തങ്ങൾ തന്നെയാണ്. ഒരു പോളിസി ഡിസിഷൻ മേക്കിംഗ് ആള് പണക്കാട് തങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ പറയുന്ന അദ്ദേഹത്തെ പോലൊരാളെ കയറി ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിക്കുന്നത് അസാമാന്യ ധൈര്യവും അതുപോലെ തന്നെ ബാക്കപ്പും ഉണ്ടാകും. ബാക്കപ്പ് കാണും. അതല്ലാതെ ഒരു സാധാരണക്കാരനായ ഒരു തന്നെ പണക്കാട് തങ്ങളുടെയൊക്കെ ആ ഒരു സ്വാധീനവും അവരൊക്കെ ജനങ്ങൾക്കിടയിലുള്ള ആ ഒരു സ്ഥാനമൊക്കെ മനസ്സിലാക്കാതെ അതുപോലെ തന്നെ ഇറങ്ങി പുറപ്പെടില്ല. ഇത് തീക്കളിയാണെന്ന് അറിഞ്ഞാന്നിട്ട് തന്നെയായിരിക്കും ഇറങ്ങി പുറപ്പെട്ടത്. സർക്കാർ ഒരുപക്ഷെ വീടിന് തുടർഭരണം ഉണ്ടാവും എന്നുള്ള ധൈര്യത്തിലായിരിക്കും ഇത് സംഭവിച്ചിട്ടുള്ളത്. അല്ല, ഇത് ആ സമയത്ത് പോലും ഇത് ചവിട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ അത് ശരവേഗത്തിൽ പൂർത്തിയാകുന്നു. ഇത് മോർഫ് ചെയ്തതാണെന്നുള്ളത് മനസ്സിലായി. തങ്ങളുടെ പടമെന്ന് പറഞ്ഞ് പ്രചരിക്കുന്നത് മോർഫ് ചെയ്യുന്നതാണെന്ന് ഉള്ളത് വ്യക്തമായി. മാത്രമല്ല, ഇതിന് പിന്നിൽ, ഈ പ്രതിക്ക് പിന്നിൽ വലിയൊരു സംഘം തന്നെ ഉണ്ടെന്നുള്ളത്. സംഘത്തെ പിടിക്കുമെന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. ഒറ്റ പ്രതിയിൽ അവസാനിക്കും. പലപ്പോഴും നമ്മൾ നടക്കുന്ന വലിയ ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങളെയൊക്കെ അതിനെ പിടിക്കുന്ന 1-2 പേരിലേക്ക് അതങ്ങ് ഒതുങ്ങി അവസാനിക്കും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ ആസൂത്രകന്മാർ പലപ്പോഴും രക്ഷപ്പെടുന്നതാണ്. അതായത് ഇത് പലര് ചേർന്നാണ് ചെയ്തിരിക്കുന്നത്. അതായത് സൈബർ വിദഗ്ധരായിട്ടുള്ള കുറേ ആൾക്കാർ ചേർന്ന് കുറേ പേര് ഇത് മോർഫ് ചെയ്യുന്നു, കുറേ പേര് ഇത് അപ്ലോഡ് ചെയ്യുന്നു, കുറേ പേര് ഇത് പിന്നെ ബ്ലാക്ക് മെയിലിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാക്കി കൊടുക്കുന്നു. ഇതെല്ലാം കൂടെ ചെന്നിട്ടാണ് ഈ ദൂതൻ മുഖേന ഇവരെ പിടിക്കാൻ ശ്രമിക്കാനുള്ള, പിന്നെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു ശ്രമം നടക്കുന്നത്. എന്നാൽ ഈ തങ്ങൾക്ക് ഈ ഭീഷണി ലഭിക്കുമ്പോൾ തന്നെ തങ്ങൾ നേരെ പോലീസിനെ സമീപിച്ച് പരാതി കൊടുക്കുക. അന്ന് പെട്ടെന്ന് അത് വലിയ വിവാദമായി മാറി. അത് ഏത് രീതിയിലും ഉപയോഗിക്കാവുന്നൊരു സമയമുണ്ട്. ഇത് തങ്ങൾ നിരപരാധി ആയിരിക്കാം, തങ്ങൾ ഒരുപക്ഷെ കുറ്റക്കാരനായിരിക്കാം. പക്ഷേ തങ്ങൾ നിരപരാധിയായിരിക്കെ ഇയാളെ കുറ്റക്കാരനാക്കി മാറ്റിക്കൊണ്ട് വലിയ പ്രചരണം നടത്താൻ CPM-ന് സാധിക്കുമായിരുന്നു. CPM-ന്റെ സൈബർ വിങ്ങിന് സാധിക്കുമായിരുന്നു. പോരാ എങ്കിൽ ന്യൂനപക്ഷത്തിനെതിരെ CPM നിലപാടെടുത്ത ഒരു സമയം കൂടിയാണ്. ആ ന്യൂനപക്ഷ നിലപാടിന് അടിവരയിടുന്നതായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ. ഇതേ വിഷയത്തിലും വെള്ളാപ്പള്ളിയെ കൊണ്ട് വേണമെങ്കിൽ പ്രസ്ഥാനം നടത്തിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ന്യൂനപക്ഷ സമുദായത്തിന് ഒരു വലിയ രീതിയിൽ താറടിച്ച് കാണിച്ച്, അതിലൊക്കെ ഉപരി പാണക്കാട് തങ്ങളെക്കാൾ ഉപരി IUML-ന് ഇന്ത്യ മുഴുവൻ ദോഷം വരത്തക്ക രീതിയിൽ. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, പണ്ട് ഐസ്ക്രീം പാർലർ കേസ് വന്നപ്പോൾ ലീഗിൻ്റെ 2006 തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിയും എംകുമെല്ലാം പരാജയപ്പെടുകയായിരുന്നു. ചരിത്ര സംഭവമല്ലായിരുന്നു. അങ്ങനെ അന്നാണ് ജലീൽ ഇയാളെ തോപ്പിച്ച്, ജലീൽ പി കുഞ്ഞാലിക്കുട്ടിയെ തോപ്പിച്ച്. അതെ. അപ്പം അന്ന് അതുപോലെ IUML-നെ തകർക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. പ്രത്യേകിച്ച് അവർക്കറിയായിരുന്നു ലീഗിൻ്റെ ചിറകിലേറി UDF കുതിച്ചുയരുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതെ. അപ്പോൾ ആ സ്വാഭാവികമായിട്ടും മലപ്പുറത്തൊക്കെ ഇങ്ങനൊരു സംഭവം വന്ന് കുറച്ച് സീറ്റുകളെങ്കിലും
സ്പ്ലിറ്റ് ആക്കാനുള്ള ഒരു നീക്കം ഇല്ല, അത് കൃത്യമാണ്. വിശാഖൻ്റെ ഇപ്പോൾ നിരീക്ഷണമാണ് കറക്റ്റ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും UDF അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ലീഗിൻ്റെ ഒരു ദൃഢനിശ്ചയമാണ്. അതിനുവേണ്ടി അവർ, നമുക്കറിയാം ഈ കോൺഗ്രസ്സുകാർ പലരും ജയിച്ചു വന്നതൊക്കെ തന്നെ മലബാർ മേഖലയിൽ ഇവരൊക്കെ ജയിച്ചു വന്നത് തീർച്ചയായും അത് ലീഗിൻ്റെ കൂടെ സ്വാധീനമാണ്. മലബാർ കേരളം ഒട്ടാകെ അവിടെ നമ്മൾ പിന്നെ ജോയിയൊക്കെ ജയിച്ചു വന്നത് ലീഗിന്. തവനൂരും അതുപോലെ ഇയാള് സന്ദീപ് വാര്യരൊക്കെ ജയിച്ചത്. സന്ദീപ് വാര്യർ ജയിച്ചത് അതെല്ലാം ഉണ്ടായത് ഈ ഒരു ന്യൂനപക്ഷ ഏകീകരണമാണ്. കേരളം ഒട്ടാകെ ഇതുണ്ടായല്ലോ. അതെ, കേരളം ഒട്ടാകെ ഉണ്ടായി ന്യൂനപക്ഷ ഏകീകരണം. ചാലകശക്തിയെ പ്രവർത്തിച്ച ലീഗ് തന്നെയാണ്. അതാണ് അങ്ങനെ ഒരു സ്പ്ലിറ്റ് ലീഗിൽ ഉണ്ടാക്കിക്കൊണ്ട് തങ്ങൾക്കെതിരെ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിക്കൊണ്ട് അല്ലെ വ്യാജ ഫോട്ടോ ഉണ്ടാക്കിക്കൊണ്ട് ഒരു വലിയ സ്പ്ലിറ്റ് അവിടെ ഉണ്ടാക്കി. മലപ്പുറത്ത് ഇപ്പം 16 സീറ്റല്ലേ, 16 സീറ്റും തൂത്തുവാരി എടുത്തില്ലേ? തൂത്തുവാരി എടുത്തു. മലപ്പുറത്ത് മാത്രമല്ലോ, ബാക്കി എത്രയോ സ്ഥലങ്ങളിൽ, എത്ര ജില്ലകളിൽ, കോഴിക്കോട്, എല്ലായിടത്തും ഇത് ഉണ്ടാക്കി. പിന്നെ നമുക്കറിയാം ഈ ബേപ്പൂരിലും മുഹമ്മദ് റിയാസ് തോറ്റുപോയിനും അത് ഈ അൻവർ സ്ഥാനാർത്ഥിയായതുകൊണ്ട് മാത്രമാണ്. അതിന് അയാൾ VD സതീശനോട് നന്ദി പറയണം. കാരണം അൻവറിനെ സ്ഥാനാർത്ഥിയാക്കി VD സതീശൻ. അതാണ് സംഭവിച്ചത്. അപ്പം എന്താണെങ്കിലും ഇതിന് പിന്നിൽ ലക്ഷ്യം തങ്ങളായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, അൾട്ടിമേറ്റായിട്ട് തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. പക്ഷേ ഇനി വരുന്ന സർക്കാർ, ലീഗിന് ഒരു ശക്തമായ സ്വാധീനമുള്ള സർക്കാരാണ്. കൃത്യമായി ഇതിൻ്റെ പിന്നിലുള്ളവരെ കണ്ടുപിടിക്കുക തന്നെയാണ്. ഈ ഒരു തന്നെ അവസാനിപ്പിക്കരുത്. അല്ല, തല വീഴ്ത്തിയാൽ സൈന്യം വീണു എന്നാണല്ലോ. തലവൻ തങ്ങളാണ്. തങ്ങളെ വെട്ടി വീഴ്ത്തിയാൽ ലീഗിന് തകർച്ചയുണ്ടാകും. ലീഗിനുള്ളിൽ തന്നെ പ്രശ്നം ഉണ്ടാകും. പൊതുജനങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ കഴിയും. ലീഗിൻ്റെ വോട്ടർമാർക്കിടയിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ കഴിയും. അതിലെല്ലാം ഒരു UDF തന്നെ ഒരു ഛിദ്രം ഉണ്ടാക്കാനുള്ള എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മറ്റൊരു ഐസ്ക്രീം പാർലർ കേസായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കമായിരിക്കും അവർ നടത്തിയിട്ടുള്ളത്. പക്ഷേ തുടക്കത്തിൽ തന്നെ പണി പാളിയെന്നവർക്ക് മനസ്സിലായി. അത് മാത്രമല്ല, ഇപ്പൊ പോലീസ് ചാടി കയറി രാജാവിനേക്കായി വലിയ രാജഭക്തി കാണിച്ച് അതെടുത്ത്, അതായത് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യം കൈ കിട്ടുന്ന റിപ്പോർട്ട് ഇത് തങ്ങൾക്കെതിരായിട്ടുള്ള, പക്ഷെ അത് അവിടെ നിൽക്കരുത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേരുകൾ തേടിപ്പോണം. ഇത് ആരാ ഉണ്ടാക്കിയെന്നുള്ളത്. ഇപ്പൊ ഇന്നലെ ഒരുത്തൻ പിന്നെ KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് കൊണ്ട് DCC ഓഫീസിന് മുമ്പിൽ വെച്ച അവസ്ഥയുണ്ടല്ലോ. പിടിച്ചപ്പോൾ പിന്നെ തൃശ്ശൂർ അവൻ CPM നേതാവ്, പ്രാദേശിക നേതാവ്. അപ്പൊ പുള്ളി ഞാൻ അറിഞ്ഞില്ല CCTV ഉണ്ടെന്ന്. ഇത്തരം അന്തം കമ്മി ഊളകളാണ് വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതും അങ്ങനെയുള്ള ഒരുപാട് പ്രചാരണങ്ങൾ ഇവർ അഴിച്ചു വിട്ടുകൊണ്ട്. ഏതായാലും തങ്ങൾക്കെതിരായ ഈ നീക്കത്തിന്റെ പിന്നിലുള്ള ആരാണെന്ന് കണ്ടുപിടിച്ചേ തീരും. കാരണം അത് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെയൊക്കെ സംബന്ധിച്ച്, പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ എക്കാലത്തും മതസൗഹാർദ്ദം കൃത്യമായി നിലനിന്ന് പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ ഇവർ തന്നെയാണ്. അവരെ നല്ല നിലപാടുകൾ അത് തന്നെയാണ്. അങ്ങനെയുള്ള ഒരാളിനെ അപകീർത്തിപ്പെടുത്താനും അതുവഴി തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ തന്നെയാണോ ഈ നീക്കം നടത്തിയെന്നുള്ള കാര്യം അന്വേഷിക്കണം.